എല്ലാവർക്കും നമ്മളുടെ 5 ദിവസത്തെ ട്രിപ്പിലെ അടുത്തൊരു ദിവസത്തേക്ക് സ്വാഗതം. അപ്പം ഇത് നമ്മൾ രാമേശ്വരത്തുള്ള വീഡിയോ ആണ്. അപ്പം നമ്മൾ രാമേശ്വരത്ത് വന്നാൽ എല്ലാവരും മസ്റ്റായിട്ട് ധനുഷ്കോടി പോകാറുണ്ട്. അപ്പം നമ്മൾ ധനുഷ്കോടിയിലേക്കാണ്, അഥവാ സീയും ഓഷനും കൂടിയിട്ട് ചേരുന്ന ഒരു എൻഡ് ഓഫ് അവർ ഇന്ത്യ എന്തെന്തോ സൗത്ത് അങ്ങനെ എന്തോ ആണ്, കറക്റ്റ് അറിയില്ല. അപ്പം അവിടത്തേക്ക് പോകുമ്പോൾ ഞാനെടുത്ത വീഡിയോ ആണ്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. അപ്പം ഇത് വെച്ചാൽ 1962 നടന്ന സുനാമിയിൽ അവിടുത്തെ എല്ലാം ഒലിച്ചു പോയിട്ടും ആദ്യ ബാക്കിയായ ചർച്ചാണ്. ഇനി ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ. നമ്മളിപ്പോൾ ഇന്ത്യൻ ഓഷനും പസഫിക് ഓഷനും സംഗമിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുള്ള അതിൻ്റെ പേരെന്നാ ധനുഷ്കോടി. കാണിച്ചുതരാം. അപ്പം ഗൈസ്, ഇതാണ് ആ സ്ഥലം. പിന്നെ ഇവിടുന്ന് നോക്കിയാൽ ശ്രീലങ്ക കാണാൻ പറ്റും എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കറിയില്ല എവിടെയാണ് ശ്രീലങ്ക, കണ്ടിട്ടൊന്നുമില്ലേ ഞാൻ. അച്ഛാ, ഈ അമ്പലം ഏതാ? രാമേശ്വരം. ശേഷം പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഗൈസ്, ഇതിലൊക്കെ വോയിസ് ഉണ്ട്, ബട്ട് അവിടെ കുറേ വണ്ടി പോകുന്ന സൗണ്ട് ഭയങ്കരമാണ്. അതുകൊണ്ട് ഞാൻ ആ സൗണ്ട് കളഞ്ഞതാണ്. പിന്നെ നിങ്ങൾ ഇപ്പം കാണുന്നത് വെച്ചാൽ അവിടുത്തെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്നതാണ്, തിരിച്ചു വരുന്നതാണ്. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇത് നമ്മളുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പാമ്പൻ പാലമാണ്. നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം കൂടിയാണത്. ഈ രാമേശ്വരത്ത് വെച്ചാൽ ഭയങ്കര വെയിലാണെങ്കിലും ഇങ്ങനെ കുറേ കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇത് ആദ്യമായിട്ടാണ് 3 കിലോമീറ്റർ നീണ്ടിട്ട് ഒരു സൈഡിൽ നമുക്ക് ഇങ്ങനെ റെയിലും പിന്നെ ഒരു സൈഡ് റോഡുമായിട്ട് കടലിൻ്റെ നടുവിലേക്കൂടെ പോകുന്ന ഒരു പാലമാണ് ഈ പാമ്പൻ പാലം. എല്ലാവർക്കും അറിയാമായിരിക്കും, ബട്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞതാണ്. അപ്പം നല്ല വെയിൽ, ഉച്ചക്കാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇത് അവിടെ കടലിൻ്റെ നടുക്ക് തന്നെയുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ അത്ഭുതപ്പെട്ടു, ഇതാണോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ബട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. നൈറ്റായിരുന്നു നമ്മൾ അവിടെ എത്തിയത്. അപ്പം ഇതൊന്നും കാണുന്നുണ്ടായിട്ടത്, ഈ മഞ്ഞ കളർ അടിച്ച ഇത് മാത്രമാണ് കണ്ടത്. അപ്പം നല്ലൊരു ഭയങ്കര രസമാണ് ആ ഒരു ബിൽഡിങ് കാണാൻ, റെയിൽവേൻ്റെ ബിൽഡിങ് കാണാൻ. പിന്നെ ഇതാണ് നമ്മുടെ പാമ്പൻ പാലം എന്ന് വെച്ചാൽ. ഇത് നല്ല രസമാണിത്. ഇത് വെച്ചാൽ അതിൻ്റെ അവിടുന്ന് നിന്ന് 2 ഭാഗം തുറന്നു കൊടുക്കും. പിന്നെ ഇതാണ് നമ്മൾ രാമേശ്വരം ടെമ്പിൾ. ഞാൻ ഫോട്ടോ വെച്ചതാണ്, കാണിക്കാൻ വിട്ടുപോയി, വീഡിയോ എടുത്തിട്ടില്ല. അപ്പം രാമേശ്വരം ടെമ്പിളിൻ്റെ ഉള്ളിൽ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്. അപ്പം അതിൽ കുറച്ച് പെയിൻറ്റിങ്സാണ് ഇത്. അപ്പം ഗൈസ്, അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രിയായിരുന്നു നമ്മൾ പളനിയിലെത്തിയത്. അപ്പം പളനിയിൽ അന്ന് രാത്രി എത്തി നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് തന്നെ പളനിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. നല്ല ദർശനമൊക്കെ കിട്ടി. അന്ന് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല, കാരണം പളനിയിലേക്ക് നമുക്ക് താഴേന്ന് തന്നെ ഫോൺ അലൗഡല്ല മുകളിലേക്ക്. അപ്പം അന്നത്തെ ഒരു വീഡിയോസ് എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അന്ന് ഉച്ചക്ക് നമ്മൾ നേരെ ആദിയോഗിയിലേക്കായിരുന്നു പോയത്. അപ്പോൾ ആദിയോഗിയിലത്തെ വീഡിയോ ഒക്കെ വരുന്നതാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്. Pagirichadale, porque no te la chadale.